ഇന്നലെ ഞങ്ങൾ കൂട്ടുകാർ ചേർന്ന് ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലേക്ക് ഒരു മനോഹരമായ ബോട്ട് യാത്ര നടത്തി. കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്തുകൂടി ഇരുവശവും പച്ച നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഇടയിലൂടെ ചെറിയ തോടുകളും. ആ തോട്ടിലൂടെ ബോട്ട് നീങ്ങിയപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം അടുത്തറിയാൻ കഴിഞ്ഞ ഒരു അപൂർവ അനുഭവമായിരുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തതയും കുളിർമയും പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഈ യാത്ര ഒരു അപൂർവ അനുഭവം തന്നെയാണ്. ആർക്കും ഒട്ടും ബോറടിക്കാത്ത ഒരു അനുഭവം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു. കൈനകരി എന്ന ഈ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖലയിലാണുള്ളത്. ഈ തടാകം വേമ്പനാട് കായലിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം. ഇവിടേക്ക് ഏതാനും നദികൾ വന്നു ചേരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജലം ഈ കായലിലേക്ക് എത്തിക്കുന്നത് പമ്പാ നദിയാണ്. കൂടാതെ അച്ചൻകോവിലാറ്, മണിമലയാറ്, മീനച്ചിലാറ്, അതുപോലെ മറ്റ് പല ജലസ്രോതസ്സുകളും ഈ കായലിലേക്ക് വന്ന് ചേരുന്നുണ്ട്. ഇവിടത്തുകാർ ഏറ്റവും കൂടുതൽ യാത്രയ്ക്കായി ജലമാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കായലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ദ്വീപുകൾ പോലെ കാണാം. അവിടേക്ക് എത്തിച്ചേരാൻ ബോട്ടുകളോ ചെറിയ വള്ളങ്ങളോ മാത്രമേ മാർഗമായിട്ടുള്ളൂ. അതുപോലെ മീൻപിടുത്തം ഇവിടെയുള്ളവരുടെ ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണ്. ഇവിടേക്ക് ഇപ്പോൾ ധാരാളമായി വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട്. ഈ ബോട്ട് യാത്രയുടെ അവസാന ലക്ഷ്യമായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജന്മഭവനം. 1805 ചാവറയിൽ അച്ഛൻ ജനിച്ചു. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ അതുല്യനായ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു അച്ഛൻ. CMI സന്യാസ സഭയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം, ദാനധർമ്മം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക മുന്നേറ്റം എന്നിവയ്ക്കായി അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും അനേകരെ പ്രചോദിപ്പിക്കുന്നു. ചാവറയച്ഛൻ്റെ ജന്മഭവനവും അതിനോട് ചേർന്നുള്ള ദേവാലയവും ഇന്നും ആയിരക്കണക്കിന് വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയും നേർച്ചകൾ സമർപ്പിക്കുകയും ഉപകാരസ്മരണ നടത്തുകയും ചെയ്യുന്നു.